എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ? ഇപ്പോൾ ഒരു സംഖ്യയോട് കൂടി 10 കൂട്ടിയപ്പോൾ 35 കിട്ടി. നാം എങ്ങനെ എഴുതാം? ഒരു സംഖ്യ അല്ലേ? അപ്പോൾ എക്സ് ഒരു സംഖ്യയോട് കൂടി 10 കൂട്ടിയപ്പോൾ 35 കിട്ടി അല്ലേ? നാം ഇങ്ങനെ ഇക്വേഷൻ എഴുതും. ഇനി സംഖ്യ ഏതാണ്? എക്സ് ഈസ് ഈക്വൽ ടു 35 പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 10 ആയി അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി 25. അപ്പോൾ 25ൻ്റെ കൂടെ 10 കൂട്ടിയപ്പോൾ 35 കിട്ടി. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഒരു സംഖ്യയിൽ നിന്ന് 14 കുറച്ചപ്പോൾ, ഇപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന് നമുക്ക് 14 കുറച്ചപ്പോൾ 60 കിട്ടി. അപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന് 14 കുറച്ചപ്പോൾ 60 കിട്ടി. സംഖ്യ ഏതാണ്? എക്സ് ഈസ് ഈക്വൽ ടു 60, ഈ മൈനസ് 14 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 14 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 74 എന്ന് കിട്ടി, സംഖ്യ കിട്ടി. അപ്പോൾ ഇത് നമ്മൾക്കറിയാം. ഇനി ഒരു സംഖ്യ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 40 കിട്ടി. ഇപ്പോൾ ഒരു സംഖ്യ, അപ്പോൾ എക്സ്, അതിനെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 40 കിട്ടി അല്ലേ? 40. സംഖ്യ ഏതാണ്? എക്സ് ഈസ് ഈക്വൽ ടു 40. ഇനി ഇവിടെ ഇൻറ്റു 5 എന്നുള്ള ഇവിടെ വരുമ്പോൾ ബൈ 5 ആയി അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 40നെ 5 കൊണ്ട് ഗുണിച്ചാൽ 8, 8 ഇൻറ്റു 5 40. അപ്പോൾ സംഖ്യ നമുക്ക് കിട്ടി 8. ഇനി ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ 7 കിട്ടി. അപ്പോൾ ഒരു സംഖ്യ എക്സ്, അതിനെ 4 കൊണ്ട് ഹരിച്ചു, 4 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 7 കിട്ടി. സംഖ്യ ഏതാണ്? എക്സ് ഈസ് ഈക്വൽ ടു 7. ഇനി എന്ത് ചെയ്യും? ഇവിടെ ബൈ ആണ് അല്ലേ? ഹരിക്കണം 4 എന്നുള്ള ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കണം 4 ഈക്വൽ ടു 28 അല്ലേ? അപ്പോൾ 28നെ 4 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടും. അപ്പോൾ ഇത്രയും നമ്മൾ നല്ല വണ്ണം പഠിച്ചു കഴിഞ്ഞല്ലേ? ഇനി നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. അപ്പോൾ ചോദ്യം നോക്കിയേ. 2 added to 3 times a number makes 50. What is the number? എന്താണ് ചോദ്യം? ഒരു സംഖ്യയുടെ 3 ഇരട്ടിയോട് 2 കൂട്ടിയപ്പോൾ 50 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ ഏതാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കിയേ, സംഖ്യ അറിയില്ല അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സംഖ്യ എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ സംഖ്യ. ഈ സംഖ്യയുടെ 3 മടങ്ങിനോട്, 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3 ഇരട്ടി അല്ലേ? അതായത് 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ സംഖ്യയെ ശ്രദ്ധിക്കുക, ഈ സംഖ്യയെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു. ഈ സംഖ്യ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്കറിയാം വേറൊരു സംഖ്യ കിട്ടും അല്ലേ? വേറൊരു സംഖ്യ കിട്ടി ഇല്ലേ? ഇനി അതിൻ്റെ ആ കിട്ടിയ സംഖ്യയുടെ കൂടെ 2 കൂട്ടി അല്ലേ? അപ്പം ഈ സംഖ്യയുടെ കൂടെ എന്ത് ചെയ്തു? വീണ്ടും ഒരു 2 ആഡ് ചെയ്തു. അപ്പം നമുക്ക് എത്ര കിട്ടി? 50 കിട്ടി. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ ഏതാണ്? ഇതാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഏതോ ഒരു സംഖ്യ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ വേറൊരു സംഖ്യ കിട്ടി, അതിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 50 കിട്ടി അല്ലേ? അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ കിട്ടിയ ഉത്തരം അതിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് ഈ 50 കിട്ടിയതല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സംഖ്യ കണ്ടുപിടിക്കാലോ. അപ്പോൾ ഈ സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 50ൽ നിന്ന് ഈ കൂട്ടിയ 2 കുറച്ചാൽ പോരെ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ സംഖ്യ കിട്ടൂലേ? കിട്ടും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ കൂട്ടിയ 2 എന്ത് ചെയ്തു? നമുക്ക് ആ 2നെ അങ്ങോട്ട് കുറച്ചു കൊടുക്കാം. അപ്പോൾ 2 കുറച്ചു. അപ്പോൾ 50ൽ നിന്ന് 2 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 48 എന്ന് കിട്ടി അല്ലേ? 48. അപ്പോൾ നമുക്ക് ഈ സംഖ്യ കിട്ടി അല്ലേ? അപ്പോൾ ഇവിടം വരെ നമ്മൾ എത്തി. ഇനി എന്ത് ചെയ്യണം? ഈ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്കിത് കിട്ടിയതല്ലേ? അപ്പോൾ ഈ സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 48നെ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ തിരിച്ചെന്ത് ചെയ്താൽ മതി? ഹരിക്കണം 3. അപ്പോൾ എന്ത് ചെയ്യും? 48നെ ഹരിക്കണം 3. എത്ര കിട്ടും നമുക്ക്? 16 അല്ലേ? അപ്പോൾ സംഖ്യ ഏതാണ്? 16. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ നേരെ റിവേഴ്സ് ചെയ്തു അല്ലേ? ഇവിടെ നമ്മൾ അവസാനം 2 കൂട്ടി, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 2 കുറച്ചു. പിന്നെ അപ്പോൾ നമുക്ക് ഇത് കിട്ടി അല്ലേ? ഇവിടെ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 48 കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്തു? 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സംഖ്യയിലേക്ക് നമ്മൾ തിരിച്ചെത്തി. ഓക്കെ, ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ചോദ്യം എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കിയാൽ, 2 added to 3 times a number അല്ലേ? ഒരു സംഖ്യയുടെ 3 ഇരട്ടി, അതിൻ്റെ കൂടെ 2 കൂട്ടി അല്ലേ? അപ്പോൾ നമുക്കിവിടെ നമ്പർ, നമ്മുടെ സംഖ്യ എക്സ് ആണെന്ന് വിചാരിച്ചു. എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടി, 3 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താവും? ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പോൾ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3x, 3 കൊണ്ട് ഗുണിച്ചു. ഇതിൻ്റെ കൂടെ എത്ര കൂട്ടി? 2 കൂട്ടി. കണ്ട? അപ്പോൾ 3x + 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50 കിട്ടി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതി നോക്കിയാൽ 3x 3 ഇരട്ടി, അതിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 50 കിട്ടി. ഇനി നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ 3x നോക്കിയാൽ 3x, എക്സിൻ്റെ കൂടെ 3 ഉണ്ടല്ലോ, 3. അപ്പോൾ നമുക്ക് 3x തന്നെ എഴുതാം. ഇനി നോക്കിയാൽ അവസാനം നമ്മൾ 2 കൂട്ടുകയല്ലേ ചെയ്തത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ എന്ത് വരും? ഇവിടുത്തെ 50 അതേപോലെ എഴുതി, നാം മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെ. ഈ +2 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? -2. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 3x =
50 മൈനസ് 2 ഈസ് ഈക്വൽ ടു 48 എന്ന് കിട്ടി. ആണെങ്കിൽ എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെയുള്ളത് 48 ഇൻറ്റു എന്നുള്ളത് എന്തായി മാറി ഇവിടെ വരുമ്പോഴും ബൈ അല്ലേ, ബൈ ഇൻറ്റു 3 എന്നുള്ളത് ബൈ 3. അപ്പോൾ 48 ഹരിക്കണം 3 എത്രയാണ്? 16. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ഇതേ രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ചോദ്യം നോക്കിയേ. 2 added to a number and the sum multiplied by 3 gives 60. ഒരു സംഖ്യയോട് കൂടി 2 കൂട്ടി, 2 added to a number, ഒരു സംഖ്യയോട് കൂടി 2 കൂട്ടി, then the sum, അപ്പോൾ സം 2 കൂട്ടിയപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും അല്ലേ, the sum multiplied by 3, ആ കിട്ടുന്ന സംഖ്യ എന്ത് ചെയ്തു? 3 കൊണ്ട് ഗുണിച്ചു. ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 60 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ നമുക്കിത് ചിത്രം വരയ്ക്കാണ്ടൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 2 added to a number, ഒരു നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്തു അല്ലേ, 2 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൂടെ നമുക്ക് നമ്പർ അറിയില്ല, നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ എന്താണെന്ന് വിചാരിച്ചു? എക്സ് ആണെന്ന് വിചാരിച്ചു. ഇനി 2 added to a number, അപ്പോൾ ഈ നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സിൻ്റെ കൂടെ ഇതാണ് നമ്പർ, 2 ആഡ് ചെയ്തു. അപ്പോൾ എക്സ് പ്ലസ് 2 എന്നായി. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നോക്കിയേ. ആൻഡ് ദി സം മൾട്ടിപ്ലൈഡ് ബൈ 3, ഈ കിട്ടുന്ന തുക, ഇപ്പൊ നമുക്ക് എക്സ് പ്ലസ് 2 എന്നൊരു സംഖ്യ കിട്ടിയല്ലേ, ആ സംഖ്യ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈഡ് ബൈ 3, 3 കൊണ്ട് ഗുണിച്ചു അല്ലേ. അപ്പോൾ ഇൻറ്റു ഇതിനെ നാം 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എത്ര കിട്ടിയെന്നാ പറഞ്ഞത്? 60 കിട്ടി. കണ്ട, അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ, ഈ സംഖ്യയുടെ കൂടെ 2 കൂട്ടി, ആ കിട്ടിയ സംഖ്യയെ നാം 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 60 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ ഇവിടെ നാം എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നാം ഇതിനെ ആദ്യം കൂട്ടി അല്ലേ, കൂട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്തു? ആ കിട്ടുന്ന ഉത്തരത്തെ 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ അവസാനം നമ്മൾ 3 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആദ്യം എന്ത് വേണം? ആദ്യം നമുക്ക് ഈ 3 ഒഴിവാക്കാം അല്ലേ, അതായത് 3 കൊണ്ട് ഗുണിച്ചു. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് എക്സ് പ്ലസ് 2 അല്ലേ, ഇതാണ് നമ്മൾ ആദ്യം കിട്ടിയ സംഖ്യ അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 2 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു, അതിന് പകരം 60 എന്ത് ചെയ്താൽ മതി? ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 3 അങ്ങോട്ട് പോകുമ്പോൾ ബൈ 3 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷമാണ് 3 കൊണ്ട് ഗുണിച്ചത് അല്ലേ. അതുകൊണ്ട് നാം എന്ത് ചെയ്തു? ഇതിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി ഈ ഇൻറ്റു 3 എന്നുള്ള ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? ബൈ 3 ആയി മാറി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 60 ബൈ 3. 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എത്ര കിട്ടും നമുക്ക്? 20 അല്ലേ. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2 പ്രാവശ്യം, പിന്നെ ഒരു 0 ഉണ്ട്. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് 2 ആണ് 20. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാലോ അല്ലേ. അപ്പോൾ എക്സിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 20 കിട്ടി. അങ്ങനെയാണ് എക്സ് എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു ഈ 20 അവിടെ തന്നെ എഴുതി, പിന്നെ ഈ പ്ലസ് 2 ഇങ്ങോട്ട് വരുമ്പോൾ -2. അപ്പോൾ എത്ര കിട്ടി? 18. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അല്ലേ. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മൾ പേജ് നമ്പർ 80 to 82 എടുക്കുക. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 50 മീറ്റർ ആൻഡ് ദി ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 5 മീറ്റർ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി അതർ സൈഡ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു റെക്ടാംഗിളിന്റെ, അതായത് ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ, ചുറ്റളവ് എത്രയാണ്? 50 മീറ്റർ ആണ്. പിന്നെയോ അതിന്റെ ഒരു വശം, ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ മറ്റേ വശം എത്രയാണ്? ഇതാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ചതുരം അല്ലേ. ചതുരത്തിന്റെ ഇതിപ്പോൾ നീളം L അല്ലേ. നമുക്കറിയാം ചതുരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായാലും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതേ അളവ് തന്നെ ആയിരിക്കും ഇവിടെ L. ഇനി ഇതിന്റെ നീളം B, ബ്രെഡ്ത്ത്, അപ്പോൾ ഇവിടെയും B തന്നെ ആയിരിക്കും അല്ലേ. ഇനി ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ്. പെരിമീറ്റർ ചുറ്റളവ് അല്ലേ. അപ്പോൾ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ 4 സൈഡ്, 4 നീളങ്ങളും കൂടി കൂട്ടുന്നതാണ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഏതൊക്കെ നീളം വരും? L B അല്ലേ. അതായത് L പ്ലസ് പിന്നെ ഒരു B വരും, പിന്നെ ഇപ്പുറത്തൊരു L വരും, പിന്നെ ഇപ്പുറത്തൊരു B വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ചുറ്റളവായി നമുക്ക് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, L ഉം B യും കൂടി കൂട്ടണം, വീണ്ടും L ഉം B യും കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന് നോക്കിയാൽ നമ്മൾ 7 + 7, 7ഉം 7ഉം കൂട്ടുന്നതിന് പകരം 7ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ 14 നമ്പർ നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 7 × 2 7 ഉണ്ട് അല്ലേ. അപ്പോൾ 7 × 2 = 14 എന്ന് എഴുതും നമ്മൾ. അപ്പോൾ അതേപോലെ ഇവിടെ നോക്കിയാൽ L + B ഒരു പ്രാവശ്യം ഉണ്ട്, വീണ്ടും L + B ഉണ്ട് അല്ലേ. അപ്പോൾ 2 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ L + B നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? L + B × 2.
അല്ലേ, അല്ലെങ്കിൽ 2 × L+B. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × L+B. നീളവും വീതിയും കൂടി കൂട്ടുക. അപ്പോൾ ഇത്ര കിട്ടി നമുക്ക്. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മൊത്തം നീളം കിട്ടി, അല്ലേ, പെരിമീറ്റർ കിട്ടി, ചുറ്റളവ് കിട്ടി. അപ്പോൾ നമുക്ക് നോക്കിയേ, പെരിമീറ്റർ തന്നിട്ടുണ്ട്, അല്ലേ. പെരിമീറ്റർ മലയാള മീഡിയക്കാരെ എഴുതാ ചുറ്റളവ്. പെരിമീറ്റർ ഈക്വൽ ടു എന്താ, എത്ര തന്നിട്ട് നമുക്ക് 50, അല്ലേ, 50 മീറ്റർ. അപ്പോൾ പെരിമീറ്റർ കാണ്ടിക്വേഷൻ നമുക്കറിയാം എന്താണ്, L+B × 2, അല്ലേ, 2 × L+B എന്ന് എഴുതാം. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കിയാൽ 2 × L+B ഈക്വൽ ടു 50, അല്ലേ. അപ്പോൾ പെരിമീറ്റർ കാണാൻ നമ്മൾ 2 × L+B, 2 × നീളം പ്ലസ് വീതി ഈക്വൽ ടു 50. ഇവിടെ നോക്കിയേ, നമുക്ക് ഒരു വശത്തിന് നീളം തന്നിട്ടുണ്ട്, അല്ലേ. അപ്പോൾ നമുക്ക് L എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ B ആണെന്ന് വിചാരിക്കുക, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിപ്പോൾ L ആണെന്ന് വിചാരിച്ചു. അപ്പോൾ L എത്ര തന്നിട്ടുണ്ട്, 5 മീറ്റർ. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, B ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ, അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ 2 × L പകരം എത്ര കൊടുക്കാം, 5 എന്ന് കൊടുത്തു. 5 + B ഈക്വൽ ടു 50, അല്ലേ. അപ്പോൾ നോക്കിയാൽ 5ന്റെ കൂടെ B ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 50 കിട്ടും, അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5ന്റെ കൂടെ B ആഡ് ചെയ്തതിന് ശേഷം 2 കൊണ്ട് ഗുണിക്കുന്നു, അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇതിനിവിടെ നിർത്താം. അപ്പോൾ 5 + B നമ്മൾ അവിടെ നിർത്തി, അല്ലേ. ഇപ്പം ഈ 2 കൊണ്ട് ഗുണിച്ചു, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ആ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി, 50 × 2 എന്നുള്ളത് /2 ഈക്വൽ ടു 50 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും, 5 + B ഈക്വൽ ടു 50 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 25. അങ്ങനെയാണെങ്കിൽ B എന്ത് വരും, B ഈക്വൽ ടു 25. ഈ പ്ലസ്, അല്ലേ, 5 ബിയുടെ കൂടെ 5 ആഡ് ചെയ്യാണ്. അപ്പോൾ നാം ഇങ്ങോട്ട് വരുമ്പോൾ ആ 5നെ കുറയ്ക്കണം, അല്ലേ, മൈനസ് ആയി മാറും. 25 - 5 ഈക്വൽ ടു 20. അപ്പോൾ B എന്ന് പറയുന്നത് എന്താണ്, മറ്റേ സൈഡ്, അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ദി ലെങ്ത് ഓഫ് ദി അതർ സൈഡ്, അല്ലേ, മറ്റേ വശത്തിന്റെ നീളം എത്രയായിരിക്കും, 20 മീറ്റർ. ഓക്കെ, ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. When Anita and her friend bought 4 pens together, they got a reduction of 3 rupees in the price. The total cost was 32 rupees. Had they bought the pens individually, how much would it have cost each? എന്താണ് പറഞ്ഞിട്ടുള്ളത്, അനിതയും അനിതയുടെ ഫ്രണ്ടും കൂടി എന്ത് ചെയ്തു, പേന വാങ്ങി, അല്ലേ. അപ്പോൾ 5 പേന വാങ്ങിയപ്പോൾ 5 പേന ഒന്നിച്ച് വാങ്ങിയപ്പോൾ എന്തായും, ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കും കടക്കാരൻ, അല്ലേ. അപ്പോൾ കടക്കാരൻ എന്ത് ചെയ്തു, ഒരു 3 രൂപ കുറവ് കൊടുത്തു. അപ്പോൾ ശരിക്കും എത്രയാണോ പൈസ കൊടുക്കേണ്ടത് അതിൽ നിന്ന് 3 രൂപ കുറച്ച് കടക്കാരൻ വാങ്ങിയുള്ളൂ, അല്ലേ. എന്നിട്ട് അവരിൽ നിന്ന് എത്ര പൈസ വാങ്ങി, 32 രൂപ വാങ്ങി. അപ്പോൾ 3 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കി 32 രൂപ വാങ്ങി. ഇനി ഇവർ ഓരോ പേന സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ എത്ര പൈസ വെച്ച് കൊടുക്കേണ്ടിയിരുന്നു, അതായത് ഓരോ പേനയ്ക്ക്. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ്, ഓരോ പേനയുടെയും ഒറിജിനൽ പ്രൈസ് എത്രയാണെന്നാണ് ചോദ്യം. അത് നാം ഇവിടെ എന്ത് ചെയ്യണം, ഒരു കോസ്റ്റ് ഓഫ് പെൻ, അല്ലേ, പേനയുടെ വില നമ്മൾ കണ്ടുപിടിക്കണം, ശരിക്കുള്ള വില കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാത്ത കാര്യങ്ങൾ, അപ്പോൾ കോസ്റ്റ് ഓഫ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോസ്റ്റ് ഓഫ് 1 പെൻ, ഒരു പേനയുടെ വില എത്രയാണ് നമുക്കറിയാം, അത് X ആണ് നമ്മൾ വിചാരിച്ചു. അപ്പോൾ ഒരു പേനയുടെ വില X ആണെങ്കിൽ 5 പേനയുടെ വില എത്രയായിരിക്കും, അപ്പോൾ കോസ്റ്റ് ഓഫ് 5 പെൻ. ഒരു പേനയുടെ വില X രൂപയാണെങ്കിൽ 5 പേനയുടെ രൂപ 5 × X, അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 5 × X. ഇതാണ് ശരിക്കും 5 പേനയ്ക്ക് 5X, അല്ലേ. ഇത്ര രൂപയാണ് ശരിക്കും കൊടുക്കേണ്ടത്. കടക്കാരൻ എന്ത് ചെയ്തു, 3 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു, അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് 3 രൂപ. അപ്പോൾ ശരിക്കുള്ള വില 5X ആണ്, അല്ലേ. ശരിക്കും ഒരു 5X രൂപ കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് കടക്കാരൻ 3 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു, അല്ലേ. അപ്പോൾ 5Xൽ നിന്ന് 3 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ബാക്കി എത്ര കാശാണ് ഇവർ കൊടുത്തത്, 32 രൂപ, അല്ലേ, 32. കണ്ടില്ലേ. അപ്പോൾ ശരിക്കും 5X, അല്ലേ, 5 പേനയുടെ വില 5X രൂപയാണ് കൊടുക്കേണ്ടത്. കടക്കാരൻ 3 രൂപ കുറച്ച് കൊടുത്തപ്പോൾ 32 രൂപ കൊടുത്തു, അല്ലെങ്കിൽ 5Xും മുഴുവനായിട്ട് കൊടുക്കണം, അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി, 5Xൽ നിന്ന് 3 കുറച്ച് ഡിസ്കൗണ്ട് കുറച്ചപ്പോൾ 32 രൂപ കൊടുത്തു, അല്ലേ. ഇതിൽ നിന്ന് നാം എന്ത് ചെയ്യണം, Xന്റെ വില കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, 5X, അല്ലേ, പേനയുടെ വില 5 പേനയുടെ വില 5X ആണ്, അതിൽ നിന്ന് 3 രൂപ കുറച്ചു. അപ്പോൾ നാം എന്ത് ചെയ്യണം, 5X എത്ര നോക്കാം, അല്ലേ. 5X ഈക്വൽ ടു 32. ഈ കുറച്ച് 3 എന്ത് ചെയ്യണം, അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ
പ്ലസ് 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5x ഈസ് ഈക്വൽ ടു 35. അപ്പോൾ ശരിക്കും 5 പേനയ്ക്ക് 35 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 35, ഇവിടെ ഇൻറ്റു 5, ഇവിടെ എന്തായി? ബൈ 5 ആയി മാറി, ഈക്വൽ ടു 7. അപ്പോൾ നമുക്ക് എഴുതാം കോസ്റ്റ് ഓഫ് 1 പെൻ ഈക്വൽ ടു 7 rupees. അതായത് ഒരു പേനയുടെ വില 7 രൂപയാണ് ശരിക്കും. അപ്പം അങ്ങനെ 5 പേന വാങ്ങുകയാണെങ്കിൽ 7 × 5 35 രൂപ കൊടുക്കണം. കടക്കാരൻ 3 രൂപ ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ 32 രൂപ കടക്കാരൻ വാങ്ങിയുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കിയാൽ, ഇവിടെ ചില സംഖ്യകളുടെ കൂടെ ചില പ്രത്യേക ക്രിയകൾ ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 added to 2 times the number gives 101. എന്താണത്? അതായത് ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 2 times the number, ആ സംഖ്യയുടെ 2 മടങ്ങിന്റെ കൂടെ 3 ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 101 കിട്ടി. കണ്ട, ശ്രദ്ധിച്ച് വായിക്കാം. ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 2 ടൈംസിന്റെ കൂടെ 3 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 101 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? അപ്പോൾ നമുക്ക് സംഖ്യ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ മുമ്പ് തന്നെ ചെയ്യാറുള്ള പോലെ തന്നെ കണ്ടുപിടിക്കേണ്ട സംഖ്യ നമുക്ക് എക്സ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യയുടെ 2 മടങ്ങ്, 2 ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ 2 × x, അതായത് 2x. 2 കൊണ്ട് ഗുണിച്ചു അല്ലേ? ഈ സംഖ്യ 2 കൊണ്ട് ഗുണിച്ചാൽ 2x. ഇതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തു? 3 ആഡ് ചെയ്തു. അപ്പോൾ 2x + 3. കണ്ട, അപ്പോൾ 2x + 3 നമുക്ക് എത്ര കിട്ടി? 101 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് എന്ത് ചെയ്യാം? നമുക്ക് 2x അല്ലേ, 2 മടങ്ങ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 2 മടങ്ങ് കണ്ടുപിടിക്കാം. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 101. ഇനി ഈ +3 നാം എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊണ്ടുപോകണം, -3. അപ്പോൾ നമുക്ക് 2x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 101ൽ നിന്ന് 3 കുറച്ചാൽ 98. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് സംഖ്യയുടെ 2 മടങ്ങ് ഏതാണെന്ന് കിട്ടി. ഇനി നമുക്ക് സംഖ്യ കണ്ടുപിടിക്കണം വേണ്ടേ? അപ്പോൾ ഇതിന് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് ഈസ് ഈക്വൽ ടു 98, ഈ ഇൻറ്റു 2 എന്നുള്ളത് /2. അപ്പോൾ എത്ര വരും? 98ന്റെ പകുതി അല്ലേ? അപ്പോൾ ഹരിക്കാനറിയാത്ത 98 ഹരിക്കണം 2 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. 4 × 2 8, 1 8 ഇട്ടു. 18ൽ 2 9 പ്രാവശ്യം. 9 × 2 18 അല്ലേ? അതായത് 49. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഈക്വൽ ടു 49. അപ്പോൾ 49ന്റെ കൂടെ 49നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 3 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 101 കിട്ടും. ഇനി രണ്ടാമത്തെ നോക്കിയേ, 2 added to 3 times the number gives 101. അല്ലേ? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 ആഡ് ചെയ്ത് എന്തിൻ്റെ കൂടെ? 3 times the number, നമ്പറിന്റെ 3 ഇരട്ടിയോട് കൂടി 2 ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്പർ എന്താ വിചാരിക്കുക? നമ്പർ നമ്മൾ കണ്ടുപിടിക്കേണ്ട നമ്പർ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിന്റെ, ഈ സംഖ്യയുടെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താവും? 3 × x അല്ലേ? 3x. അതിനൂടെ എത്ര ആഡ് ചെയ്തു? 2 ആഡ് ചെയ്തു. അപ്പോൾ +2. അപ്പോൾ 3x + 2 എത്ര കിട്ടി? 101 കിട്ടി. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ 3 ഇരട്ടി കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ 3x കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 3x കിട്ടാൻ 101, ഈ ആഡ് ചെയ്ത 2 അങ്ങോട്ട് പോകുമ്പോൾ +2 -2 ആയി അല്ലേ? അപ്പോൾ 3x ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 99. അങ്ങനെയാണെങ്കിൽ അല്ലേ, 3x സംഖ്യയുടെ 3 ഇരട്ടിയാണ് 99. അങ്ങനെ x കിട്ടാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം 99 ഇവിടെ ഇൻറ്റു ഇങ്ങോട്ട് വരുമ്പോൾ /3 അല്ലേ? അപ്പോൾ എത്ര വരും നോക്കിയാൽ? 3നെ നമ്മൾ 9നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം. പിന്നെ നമുക്ക് 9 ഉണ്ട്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അല്ലേ? അപ്പോൾ 33. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്പർ ഏതാണ്? നമ്പർ ഈക്വൽ ടു 33. അപ്പോൾ 33യെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 101 കിട്ടും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത നോക്കിയാൽ 3 subtracted from 2 times the number gives 101 അല്ലേ? അതായത് ഒരു സംഖ്യയുടെ 2 മടങ്ങിൽ നിന്ന് എന്ത് ചെയ്തു? 3 സബ്ട്രാക്ട് അല്ലേ? 3 കുറച്ചു. അപ്പൊ സംഖ്യ നമ്മൾ എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × x അല്ലെ? 2x. അതിൽ നിന്ന് എത്ര കുറച്ചു? 3 കുറച്ചു. 3 കുറച്ചപ്പോൾ എത്ര കിട്ടി? 101 കിട്ടി. കേട്ടോ? അപ്പൊ 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101 കിട്ടി. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 2 മടങ്ങ് കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ 2 മടങ്ങ് 2x ഈസ് ഈക്വൽ ടു
101. ഈ കുറച്ചതിന് പകരം എന്ത് ചെയ്യുക, കൂട്ടുക അല്ലേ, +3. അപ്പോൾ 2x = 104. അപ്പോൾ സംഖ്യയുടെ 2 മടങ്ങ് 104 ആണ്. അങ്ങനെയാണ് സംഖ്യ എന്തായിരിക്കും, x = 104നെ ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ /2 ആയി അല്ലേ. അപ്പോൾ 104 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എങ്ങനെ, 104 ഹരിക്കണം 2 അല്ലേ. 1 പോലെ 10 5 പ്രാവശ്യം, 5 × 2 10, 4 4 2 പ്രാവശ്യം അല്ലേ, 2 × 2 4, അപ്പോൾ 52. അപ്പോൾ നമുക്ക് നമ്പർ = 52. സംഖ്യ ഏതാണ്, 52. അപ്പോൾ 52നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 3 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 101 കിട്ടും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നാലാമത്തെ നോക്കാം. 2 subtracted from 3 times the number gives 101 അല്ലേ. അതായത് 3 മടങ്ങിൽ നിന്ന് 3 ഇരട്ടിയിൽ നിന്ന് 2 കുറച്ചപ്പോൾ 101 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ x ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 3 മടങ്ങിൽ നിന്ന് അല്ലേ, 3 ഇരട്ടി 3 times, അപ്പോൾ 3x. അതിൽ നിന്ന് എത്ര കുറച്ചു, 2 കുറച്ചപ്പോൾ 101 കിട്ടി. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, 3x അല്ലേ, 3 ഇരട്ടി കണ്ടുപിടിക്കാൻ പോകും നമ്മൾ. അപ്പം 3 ഇരട്ടി കിട്ടാൻ എന്ത് വേണം, സംഖ്യയുടെ 3 ഇരട്ടി കിട്ടാൻ 101, ഈ -2 ഇങ്ങോട്ട് പോകുമ്പോൾ +2 അല്ലേ. അപ്പോൾ 3x = 103 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x എന്ത് വരും, x = 103 ഇൻറ്റു 2 ഇൻറ്റു 3 ഇങ്ങോട്ട് വരുമ്പോൾ /3. ഇവിടെ നമുക്ക് ഹരിച്ച് നോക്കേണ്ടി വരും അല്ലേ. അപ്പോൾ 103 ഹരിക്കണം 3. 1 പോലെ 10 3 × 3 9 അല്ലേ, 3 × 3 9, 1 3 അരക്കിട്ടു. ഇനി 13ൽ എത്ര 3 ഉണ്ട്, 4 × 3 12 അല്ലേ. അപ്പോൾ 4 × 3 12. ഇനി എന്ത് വരും, 1 വന്നു അല്ലേ. 1 വന്നു, 1ൽ പോരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പോയിന്റ് ഇട്ടിട്ട് ഇവിടെ 0 ചേർത്ത് കൊടുത്തു. 10ൽ എത്ര 3 ഉണ്ട്, 3 × 3 അല്ലേ, 3 × 3 9. അപ്പോൾ നോക്കിയാൽ ഇനിയും എന്ത് വന്നു, 1 വന്നു, അപ്പോൾ വീണ്ടും 0 ഇട്ടു അല്ലേ. അപ്പോൾ 10ൽ എത്ര ഉണ്ട്, 3. അപ്പോൾ 3 × 3 9 അല്ലേ. അപ്പോൾ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ പോകും അല്ലേ. ബാലൻസ് 1 വരും. അപ്പോൾ ഇങ്ങനെ 10 10 എന്ന് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. = എന്ത് വരും, 34.33. അപ്പോൾ 3333 ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ നോക്കണ്ട, 34.33. അപ്പോൾ നമ്പർ ഏതാണ്, നമ്പർ = 34.33. അപ്പോൾ അത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. The sum of 6 times a number and 4 is 100 അല്ലെ. വാട്ട് ഈസ് നമ്പർ, എന്താണ് ചോദ്യം. ഒരു സംഖ്യയെ 6 times, അതായത് 6 കൊണ്ട് ഗുണിച്ചു. 6 times 6 കൊണ്ട് ഗുണിച്ചു അല്ലെ. പിന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്തു, 4 കൂട്ടി, 4 ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, നമുക്ക് 100 കിട്ടി. അപ്പോൾ നമ്മൾ ഈ ചെയ്ത അതേപോലെ തന്നെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ നമ്പർ x ആണെന്ന് വിചാരിച്ചു, അതിന്റെ 6 ഇരട്ടി അല്ലെ, 6 മടങ്ങ് എന്ന് പറഞ്ഞാൽ 6 × x 6x. അതിൻ്റെ കൂടെ എത്ര കൂട്ടി, 4 കൂട്ടി, 4 ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി, 100 കിട്ടി. കണ്ട, വളരെ സിമ്പിൾ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 6 ഇരട്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ 6 ഇരട്ടി 4x = എന്ത് ചെയ്യണം, 100. ഈ +4 ഇങ്ങോട്ട് വരുമ്പോൾ -4 അല്ലേ, 4 കുറയ്ക്കണം. അതായത് 6x = 96. അങ്ങനെയാണെങ്കിൽ x സംഖ്യ ഏത് വരും, 96. ഈ ഇൻറ്റു 6 ഇങ്ങോട്ട് വരുമ്പോൾ /6. അപ്പോൾ 96 ഹരിക്കണം 6. 9ൽ ഒരു പ്രാവശ്യം 1 × 6 6, ബാക്കി 3 6 36ൽ 6 അല്ലേ. 6 × 6 36. അപ്പോൾ ഇവിടെ എത്ര ആൻസർ കിട്ടി നമുക്ക്, 16. അപ്പോൾ സംഖ്യ എത്രയാണ്, 16. അപ്പോൾ 16ന് 6 കൊണ്ട് ഗുണിച്ചോ 4 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 100 കിട്ടും. അപ്പോൾ നമ്പർ സംഖ്യ ഏതാണ്, 16. ഓക്കെ. ഇനി നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിയേ, 4 times the sum of a number and 6 gives 100. ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കാം. 4 times 4 ഇരട്ടി എന്തിന്റെ, the sum of a number and 6. കണ്ട, ഒരു സംഖ്യ ആ സംഖ്യയോട് കൂടി 6 കൂട്ടി, ആ സമ്മിന്റെ 4 ഇരട്ടി. ഇപ്പൊ നമുക്ക് നമ്പർ സംഖ്യ x ആണെന്ന് വിചാരിച്ചു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ സംഖ്യയും പിന്നെ 6ഉം കൂടി കൂട്ടുക അല്ലെ, അതിന്റെ 4 ഇരട്ടി അല്ലെ. അപ്പൊ സംഖ്യയുടെ കൂടെ ആദ്യം എന്ത് ചെയ്യണം, സംഖ്യയോട് കൂടി എന്ത് കൂട്ടണം, 6 കൂട്ടണം. അപ്പൊ നമ്മുടെ സംഖ്യ x ആണ്, xന്റെ കൂടെ 6 കൂട്ടി അല്ലെ. ഇനി ഇതിനെ എന്ത് ചെയ്തപ്പോൾ, 4 times ഇതിനെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ, അപ്പൊ x + 6 × 4 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി, 100 കിട്ടി.
ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം അല്ലേ? x+4 കണ്ടുപിടിക്കണം. അതായത് സംഖ്യയുടെ കൂടെ 6 കൂട്ടിയപ്പോൾ എത്രയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ അതിനെന്ത് വേണം? നമ്മൾ ഈക്വൽ ടു 100 അല്ലേ, 4 കൊണ്ട് ഗുണിച്ചു ഇതിനെ അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ x+6 ഈസ് ഈക്വൽ ടു 100/4. എത്ര കിട്ടും? 100നെ 4 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 25. അങ്ങനെയാണെങ്കിൽ അതായത് x+6 ഈസ് ഈക്വൽ ടു 25. അങ്ങനെയാണെങ്കിൽ x എന്ത് വരും? x ഈസ് ഈക്വൽ ടു 25 പ്ലസ് 6 ഇങ്ങോട്ട് വരുമ്പോൾ -6 ഈക്വൽ ടു 19. അതായത് സംഖ്യ നമുക്ക് എത്ര കിട്ടി? 19 അല്ലേ. അപ്പോൾ 19ൻ്റെ കൂടെ 6 കൂട്ടുക, അപ്പോൾ 25 ആയി. 25ന് 4 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.